പ്രൊഫസർ എ.ജെ. ജോർജ്, ഇവിടെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ അഭിപ്രായത്തോട് യോജിപ്പും വിയോജിപ്പും രേഖപ്പെടുത്തുന്നവരുണ്ടല്ലോ. അത്തരത്തിലുള്ള ഒരു വിയോജിപ്പിന്റെ ഫലമായിട്ടാണ് ഇടതു നിരീക്ഷകനായ ശ്രീ റെജി ലൂക്കോസ് നമ്മുടെ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങിപ്പോയത്. ഈ വിയോജിപ്പ് പറയുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് പഴയതുപോലെയല്ല നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, മെഡിക്കൽ കോളേജുകളൊക്കെ വളരെ ഉന്നത നിലവാരം പുലർത്തുന്നുണ്ട്. രോഗികളുടെ വലിയ രീതിയിലുള്ള തിക്കും തിരക്കും കാരണമാണ് ഇത്തരത്തിൽ പല കാര്യങ്ങൾക്കും ഒരു കാലതാമസം വരുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡോക്ടർക്ക് ഇതൊന്നും പൊതുസമൂഹത്തോട് വിളിച്ചു പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ ഇകഴ്ത്തിക്കാട്ടേണ്ട ഒരു വ്യക്തിപരമായ ആവശ്യവും അദ്ദേഹത്തിനില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു നിജസ്ഥിതി പുറത്തു കാട്ടുമ്പോൾ ആ അഭിപ്രായത്തോട് യോജിച്ച് നിന്നുകൊണ്ട് അത് മാറ്റാനുള്ള മറ്റ് തുടർ പ്രക്രിയകളിലേക്ക് പോകാം എന്നുള്ളൊരു ഉറപ്പല്ലേ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്? അത്തരമൊരു ഉറപ്പ് ലഭിച്ചാലല്ലേ പൊതുസമൂഹവും തങ്ങളുടെ സർക്കാരാണ്, തങ്ങളെ ഭരിക്കുന്ന സർക്കാർ തങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഒരു സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനം നടപ്പിലാക്കും എന്ന് കരുതുകയുള്ളൂ. എന്നാലല്ലേ ആത്മവിശ്വാസമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. അതിനു പകരം ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചില അജണ്ടകൾ വെച്ചുകൊണ്ടാണ്, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ താഴേക്ക് പോകുന്നത് ആരാണ്? സാധാരണക്കാരുടെ മനസ്സ് തന്നെയല്ലേ? രോഹിണി, ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ചതായിട്ടുള്ള വെളിപ്പെടുത്തിയതായിട്ടുള്ള അത്യന്തം ഗുരുതരമായ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാതെ വന്നപ്പോഴാണല്ലോ ഇവിടുത്തെ ചില പാനലിസ്റ്റുകളൊക്കെ ഒളിച്ചോടി പോകേണ്ടതായി വന്നത്. ചില കണക്കുകളൊക്കെ ഊതിപ്പെരുപ്പിച്ച്, രോഹിണി തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കണക്കുകൾ കൊണ്ട് ചില അഭ്യാസങ്ങൾ നടത്തി ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കാനായി നടത്തിയ ശ്രമങ്ങളെല്ലാം അമ്പയെ പാളിയതുകൊണ്ടാണല്ലോ ഈ തരത്തിൽ അവർക്ക് പലപ്പോഴും മാളത്തിൽ ഒളിക്കേണ്ടി വരുന്നത്. ഇവിടെ അല്പം മുൻപ് സംസാരിച്ച ഒരു ഡോക്ടർ തന്നെ സർക്കാരിൻ്റെ കണക്കുകൾ ആവർത്തിച്ച് സർക്കാരിനെ പ്രതിരോധിക്കാനല്ല അദ്ദേഹം വല്ലാതെ ബുദ്ധിമുട്ടുന്നത് കണ്ടു. എനിക്ക് വളരെ വിചിത്രമായി തോന്നിയത് അദ്ദേഹം ചർച്ച അവസാനിച്ചപ്പോൾ നടത്തിയ ഒരു താരതമ്യമാണ്. അദ്ദേഹം പറയുന്നത് പൊതു ഗതാഗത മേഖലയിലൊക്കെ ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വാഹനങ്ങൾ അല്ലെങ്കിൽ പൊതുഗതാഗതം ക്രമീകരിക്കാൻ ഏതെങ്കിലും സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം ഒരു ഡോക്ടറായ അദ്ദേഹം ചോദിക്കുമ്പോൾ ഈ അദ്ദേഹവും ഏതാണ്ട് ഒരു ക്യാപ്സ്യൂൾ വാഹകനായി തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തതെന്ന് പറയേണ്ടിയിരിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട്. അദ്ദേഹത്തിൻ്റെ താരതമ്യം തന്നെ എത്ര അശാസ്ത്രീയമാണ് രോഹിണി. ഒരാശുപത്രിയിൽ ജീവന് വേണ്ടി വരുന്നതായിട്ടുള്ള ഒരു രോഗിയെ സംരക്ഷിക്കുക എന്ന, അതിനായി ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനം അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ പരമമായ ഉത്തരവാദിത്തമാണ്. ഇവിടെ ഒരു കാര്യം കൂടെ കാണണം, ആവർത്തിച്ച് പറഞ്ഞതാണ്, രോഹിണി തന്നെ പറഞ്ഞു. ഇവിടെ മന്ത്രി വിലപിക്കുന്നു, അതായത് സിസ്റ്റമിക് ഫെയിലിയറാണ്, അതായത് സിസ്റ്റത്തിൻ്റെ തകരാറ് കൊണ്ട് സംഭവിച്ചാണ്. ഞാനൊരു വളരെ ലളിതമായ ചോദ്യം ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കട്ടെ, ഈ സിസ്റ്റത്തെ നിയന്ത്രിക്കാൻ ഉത്തരവാദപ്പെട്ട ആൾ ആരാണ്? ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയല്ലേ ഈ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നയാൾ? അപ്പോൾ ഈ സിസ്റ്റം തകരാറായതെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് പ്രവർത്തനങ്ങളും തകരാറിലായി എന്ന് സമ്മതിക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുഴുവൻ ഉത്തരവാദിത്വവും അവർ തന്നെ ഏൽക്കേണ്ടതായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. എവിടെയെങ്കിലും സിസ്റ്റത്തിൽ തകരാറുണ്ടെങ്കിൽ ആ ഭരണത്തെ ഉണ്ടാകുന്ന അപാകതകൾ പരിഹരിക്കാനാണല്ലോ ഓരോരോ വകുപ്പുകൾക്ക് പ്രത്യേകമായിട്ടുള്ള മന്ത്രിമാരെയൊക്കെ നിയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ രോഹിണിയുടെ ശ്രദ്ധയിൽ നമ്മളെല്ലാവരും കേട്ടതാണെങ്കിലും പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഒരു മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളിൻ്റെ വൃക്കയുമായി 150 കിലോമീറ്റർ വേഗത്തിൽ ഒരു ആംബുലൻസ് ഓടിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് കാഷ്വാലിറ്റിയുടെ വാതിക്കൽ കോറിഡോറിൽ ആ ഡ്രൈവർ ആ വൃക്കയുമായി കാത്തിരുന്ന ഒരു സന്ദർഭം ഈ ബഹുമാനപ്പെട്ട ഡോക്ടർ ഹാരിസ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. കാരണം അത് വാങ്ങിയെടുക്കാൻ ആളില്ല. ഈ പറയുന്ന വൃക്കയുടെ ആയുസ് വളരെ പരിമിതമാണ്. തക്ക സമയത്ത് അത് വാങ്ങിയെടുക്കാൻ പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അന്ന് സൗകര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുന്നു, അതുണ്ടാക്കിയ കറുത്ത പാട് മായ്ക്കാൻ ഞങ്ങളൊക്കെ കുറേ കാലമായി ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു. രോഹിണി, അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, അതായത് 41,000 രൂപ വിലയുള്ള ഒരു ഉപകരണത്തിൻ്റെ അഭാവം കൊണ്ടാണ് 23 വയസ്സുകാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ ഈ പറയുന്ന ഈ മൂത്രത്തിലെ അല്ലെങ്കിൽ മൂത്രാശയത്തിലെ കല്ല് മാറ്റുന്നതിനുള്ള ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നത്. ഈ 41,000 രൂപ എങ്ങനെ ഉണ്ടായി? അതായത് ഇവർ
32,000 രൂപ വിലയുള്ള ഈ സാധനം വാങ്ങുന്നതിനായി, ഇതിനോട് ചേർത്ത് മറ്റു ചില സാധനങ്ങൾ വാങ്ങുന്നതിനായി നിലവിലുള്ള നിയമമനുസരിച്ച് 1 ലക്ഷം രൂപയിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആ ആശുപത്രി വികസന സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ ജില്ലാ കളക്ടറുടെ അനുവാദം വേണം. അപ്പോൾ ഈ 32,000 രൂപ വിലയോടൊപ്പം മറ്റ് സാധനങ്ങൾ വാങ്ങാനുള്ള അനുമതിക്കായി ആഴ്ചകൾക്ക് മുൻപേ കളക്ടർക്ക് അപേക്ഷ നൽകി. എന്നാൽ കളക്ടർ ഇത് സ്വാഭാവികമായി ചുവപ്പ് നാടയിൽ കുരുങ്ങി അനുവാദം തിരിച്ചു വന്നപ്പോഴേക്കും ഈ 32,000 രൂപയുടെ സാധനത്തിൻ്റെ വില 41,000 വർദ്ധിച്ചു. അപ്പോൾ വീണ്ടും പണം കൂടുതൽ ചെലവഴിക്കേണ്ടതായി വന്നു. അപ്പോൾ എന്ത് ചെയ്തു? മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് വീണ്ടും കളക്ടറുടെ അനുവാദം വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ഫയൽ തിരുവനന്തപുരം ജില്ലാ കളക്ടറിലേക്ക് മടക്കി അയച്ചിട്ട് അതിൻ്റെ മറുപടിക്കായി കാത്തിരുന്ന ഒരു സാഹചര്യം ഈ ബഹുമാനപ്പെട്ട ഡോക്ടർ ഹാരിസ് വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. അതുപോലും സാധിക്കാതെ വന്നപ്പോഴാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടത്. അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നു, ഞാനൊരു വകുപ്പ് അധ്യക്ഷനാണ്, ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറാണെങ്കിൽ പോലും 1 രൂപയ്ക്കുള്ള സാധനം പോലും എനിക്ക് നേരിട്ട് വാങ്ങാൻ അധികാരമില്ല. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഈ പറയുന്നതായിട്ടുള്ള ഈ അതിസങ്കീർണമായിട്ടുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് 23 വയസ്സുകാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അതിവേദനയുമായി ഇന്നും കഴിയേണ്ടി വരുന്നത് എന്നത് നാം കാണാതെ പോകരുത്. ഇവിടെ കുറേ കണക്കുകൾ പറഞ്ഞു. ഇത്ര 17,500 ശസ്ത്രക്രിയ നടത്തി, യൂറോളജിയിൽ ഇത്ര നടത്തി. ഞാനൊന്ന് ചോദിക്കട്ടെ രോഹിണി, 3 കോടിയിലധികം ജനങ്ങളുള്ളതായിട്ടുള്ള ഈ കേരള സംസ്ഥാനത്തിലെ 17,500 ശസ്ത്രക്രിയയാണോ ഇവരുടെ കണക്കെന്ന് പറയുന്നത്? ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കണം. ജില്ലാ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ടതായ മെഡിക്കൽ കോളേജുകൾ അതിദയനീയമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ കഴിയുന്നത്. ഉദാഹരണമായി കോന്നിയിലൊരു മെഡിക്കൽ കോളേജുണ്ട്, വയനാട്ടിലൊരു മെഡിക്കൽ കോളേജുണ്ട്. അവിടെയൊക്കെ ഒന്ന് പോയി നോക്കണം, അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. രോഹിണി പോലും കേട്ടാൽ ഞെട്ടും. ഈ അടുത്ത കാലത്ത് ദേശീയ നാഷണൽ മെഡിക്കൽ കൗൺസിൽ പരിശോധനയ്ക്ക് വരുന്നു എന്നറിഞ്ഞ് കോന്നി മെഡിക്കൽ കോളേജിൽ ആവശ്യമായിട്ടുള്ള അധ്യാപകരില്ലെങ്കിൽ അതിൻ്റെ അംഗീകാരം നഷ്ടപ്പെടുമെന്നറിഞ്ഞപ്പോൾ രായ്ക്ക് രാമാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും 38 പേരെ സംഘമായി സ്ഥലം മാറ്റി കടലാസിൻ്റെ ഒരു ഉത്തരവുണ്ടാക്കി. അവർ അവിടെ പോയി 2 ദിവസം നിൽക്കുമ്പോൾ മെഡിക്കൽ കൗൺസിൽ പരിശോധന നടത്തും. അവിടുത്തെ സ്റ്റാഫാണെന്ന് കാവും. മെഡിക്കൽ കൗൺസിൽ തിരിച്ചു പോകും. ഈ പോയ ഡോക്ടർമാരെല്ലാം അതിനേക്കാൾ വേഗത്തിൽ മടങ്ങി വരുന്ന ഒരു സാഹചര്യം. ഇതാണ് ഇവിടുത്തെ ഈ പറയുന്ന, ഒരു തരത്തിൽ പറഞ്ഞാൽ കസേര കളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മെഡിക്കൽ കോളേജുകൾ. മറ്റൊരു കാര്യം കൂടെ രോഹിണി ഞാൻ പറയാതിരിക്കാൻ നിവർത്തിയില്ല. കഴിഞ്ഞ 50 വർഷമായി തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ്. ഇവിടുത്തെ സർക്കാർ ആശുപത്രിയുടെ ഉള്ളിലേക്ക് ദയവായിട്ട് രോഹിണി അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ഒന്ന് പോയി നോക്കണം. ഈ മെഡിക്കൽ കോളേജുകളിലും ജനറൽ ആശുപത്രിയിലും അതുപോലെ ചുറ്റുവട്ടത്തുള്ള ആശുപത്രികളിലൊക്കെ യഥാർത്ഥത്തിൽ രോഗികൾ കിടക്കുന്നത് പലപ്പോഴും കട്ടിലിൻ്റെ അടിയിലും ഇടനാഴികളിലുമാണ്. കാരണം ഈ രോഗികൾക്ക് കിടക്കാൻ ആവശ്യമായിട്ടുള്ള കിടക്കകളില്ല. അത്യന്തം ദയനീയവും സങ്കടകരവുമായ കാഴ്ചയാണ് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ ഈ സ്വന്തം ജനങ്ങൾ ഉപേക്ഷിച്ചതായിട്ടുള്ള രോഗികൾ. അവരൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആരുമില്ല. അനാഥരായിട്ടുള്ള വളരെ പ്രായം ചെന്ന ഗുരുതരമായ രോഗികളായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകമായ ഒരു വാർഡ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ വാർഡിൻ്റെ ആ അകത്തെ അവസ്ഥയൊക്കെ ഒന്ന് പോയി കാണണം. നേരായി അവരെ ശുശ്രൂഷിക്കുന്നതിനും നേരായി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനുമുള്ള സംവിധാനങ്ങളില്ല. കാരണം ആശുപത്രികളിൽ പലപ്പോഴും സ്റ്റാഫിൻ്റെ ഷോർട്ടേജ്, അഭാവമുണ്ട്. വേണ്ട രീതിയിൽ ഡോക്ടർമാരില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സർക്കാർ ആശുപത്രിയാണല്ലോ നമ്മൾ പരമ്പരാഗതമായി വിളിക്കുന്ന കണ്ണാശുപത്രി. ആ കണ്ണാശുപത്രിയിൽ ഞാൻ ഒരിക്കൽ കടന്നുപോയപ്പോൾ ഞാൻ കണ്ട കാഴ്ച നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. ഏതാണ്ട് ഒരു 1000-1200 രോഗികൾ അവിടെ ഒരു ഇടുങ്ങിയ മുറിയിൽ കാത്തിരിക്കുകയാണ് വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടി. രാവിലെ 6 മണി മുതൽ വന്നിരിക്കുന്ന ആളുകൾക്ക് മടങ്ങിപ്പോകണമെങ്കിൽ ഏതാണ്ട് രാത്രി 7 മണി വരെയാകും. അവർക്കവിടെ ശരിയായ രീതിയിൽ ഇരിക്കാനുള്ള അടിസ്ഥാന സൗകര്യമില്ല. കണ്ണൊക്കെ പരിശോധിച്ച് ഓരോരുത്തരെയും മാറ്റി മാറ്റി വിളിച്ചു വരുമ്പോഴത്തേക്ക് അനന്തമായി നീണ്ടുപോവുകയാണ്. കാരണം അവിടുത്തെ ഡോക്ടർമാരുടെ എണ്ണം പരിമിതമാണ്, നേഴ്സുമാരുടെ എണ്ണം പരിമിതമാണ്. ഇവിടെ പറയുന്നല്ലോ കിഫ്ബിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മുടക്കി, അതുപോലെ ഒരുപാട് കോടികൾ മുടക്കി എന്നൊക്കെ പറയുന്നു. ഇതെവിടെ പോകുന്നു? അത് അടിയന്തരമായി അന്വേഷിക്കണം. ഒരു കാര്യം കൂടെ രോഹിണി പറയണം. അതായത് ഡോക്ടർ ഇവിടെ പറഞ്ഞല്ലോ, ഹാരിസ് പറഞ്ഞു, അതായത് ലക്ഷക്കണക്കിന് രൂപ ഓരോ ആശുപത്രികളുടെയും വികസന സമിതികളിലുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കൗൺസിലുണ്ട്. അതിൻ്റെ അധ്യക്ഷനാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ.
ഈ പറയുന്ന ആശുപത്രി വികസന സമിതികളിലൊക്കെ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധിയും ആ പ്രദേശത്തെ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷൻ്റെ കൗൺസിലറോ ഒക്കെ ഉൾപ്പെടുന്നതാണ്. അവിടെ ലക്ഷക്കണക്കിന് രൂപ ഇപ്പോൾ അവിടെ ഉണ്ട്. ആ പണമൊന്നും വേണ്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള ജാഗ്രത കാട്ടാത്ത ഈ പറയുന്ന ആശുപത്രി വികസന സമിതികൾ പോലും ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറാൻ സാധ്യമല്ല എന്ന് ഡോക്ടർ ഹാരിസ് വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഈ തരം പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനും വേണ്ട രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നതിനുമുള്ള സംവിധാനം അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പാവപ്പെട്ടവരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള വേദന അനുഭവിക്കുന്ന മാരകമായ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ഈ കേരളത്തിലെ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രങ്ങളായ മെഡിക്കൽ കോളേജുകളും അതുപോലെ പൊതു ആശുപത്രികളും സർക്കാർ ആശുപത്രികളും അതിക്രൂരമായ രീതിയിലാണ് പലയിടത്തും ഈ പാവപ്പെട്ട രോഗികളോട് ഇടപെടുന്നത്. അതിനുള്ള സാഹചര്യം ഡോക്ടർമാർക്ക് പോലും സഹിക്കാനാവാത്തതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ് ഇത്രയും പ്രശസ്തനായ ഒരു ഡോക്ടറിൻ്റെ ഈ വെളിപ്പെടുത്തൽ എന്ന് കാണണം. ഇതിനകത്ത് രാഷ്ട്രീയം കാണാനായി ശ്രമിക്കരുത്. രോഗിയായി പോകുന്നവൻ അതുതന്നെയാണ് ഏറ്റവും ദയനീയം. ആ ഡോക്ടറുടെ വാക്കുകളിൽ പോലും രാഷ്ട്രീയം കൂട്ടിക്കലർത്തി അതിനൊരു പ്രതികരണം നടത്തുന്നത് മാത്രമാണ് ഏറ്റവും അപഹാസ്യമായ കാര്യവും.